ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമുക്ക് ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പാച്ചപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ എല്ലാ പ്രശ്നങ്ങളും മറന്നുകൊണ്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ബിലീവർ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബ്രേക്കപ്പിനെ, അത് നമ്മുടെ ഇന്റൻഷൻ പോലെ ഇരിക്കും. നമുക്കിപ്പോൾ ആ ഒരു ബ്രേക്കപ്പ് ഒക്കെ മറന്ന് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന 3 സ്റ്റെപ്പ് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ആ റിലേഷൻഷിപ്പിൽ ഞാൻ അത്രയധികം ജെന്യൂൻ ആയിട്ടാണ് ആ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നത്, എനിക്കത് ആക്ച്വലി എൻ്റെ ലൈഫിൽ തിരിച്ചു വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇന്റൻഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന 3 സ്റ്റെപ്പ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ബിക്കോസ് നിങ്ങൾ എന്താണോ തിങ്ക് ചെയ്യുന്നത് അതിനടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുക. അപ്പൊ എന്തൊക്കെയാണ് ഈ 3 സ്റ്റെപ്പ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇവിടെ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ എനർജി കുറച്ച് ഡൗൺ ആയിരിക്കുന്ന ഒരു സന്ദർഭമായിരിക്കും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പ്രവൃത്തിയോ ആയിരിക്കാം ആ ഒരു ബ്രേക്കപ്പിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. രണ്ടാണെങ്കിലും അവിടെ ഒരു സ്ട്രഗിൾ ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. സ്വാഭാവികമായിട്ടും ഒരു ബ്ലെയിമിങ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ നിങ്ങൾ ആക്ച്വലി ആ റിലേഷൻഷിപ്പിന് ഫിറ്റ് അല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരമോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഒന്ന് ഡൗൺ ആക്കുന്നതിനുള്ള ഒരു റീസൺ ആയി മാറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങും. ഞാൻ ആക്ച്വലി ഓക്കെ അല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്താണോ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഞാനാണോ ആക്ച്വലി ഇവിടെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള നമുക്കൊരു സെൽഫായിട്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത്ര പോരാ എന്നുള്ളൊരു തോന്നൽ വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും നമ്മൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ അങ്ങനെ തന്നെ നമുക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മളേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് ലവ് തന്നെയാണ്. അതിന് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടെത്തുക, അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവുമാണ്. ഇതുവരെ നമ്മൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആയിരുന്ന സമയത്തൊക്കെ പലപ്പോഴും നമ്മൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ എസ്പെഷ്യലി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് അവരായിരിക്കും നമ്പർ 1 ആയിട്ട് നമ്മളെപ്പോഴും മുൻഗണന കൊടുത്തിട്ടുണ്ടായിരിക്കുക. നമ്മൾ ഓക്കെ നമ്മുടെ കാര്യം രണ്ടാമതായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ അത് ചെയ്തതിന് ശേഷം ഇത് ചെയ്യാം, അങ്ങനെയൊക്കെ കരുതിയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ശ്രദ്ധിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ സെൽഫ് ലവ് നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, ആക്ച്വലി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലിയർ ആൻസർ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. സോ സ്വാഭാവികമായിട്ടും സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും സാധിക്കും. സോ സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടൂൾ എന്നുള്ളതൊക്കെ പറയാം. അതാണ് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. കാരണം നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തലുകളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരുപാട് ഓവർ തിങ്കിങ്ങോ കാര്യങ്ങളോ ഒക്കെ വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ തോട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പാച്ചപ്പ് ചെയ്യാനാണെങ്കിൽ അതല്ല മൂവ് ഓൺ ചെയ്യാനാണെങ്കിൽ അതിനനുസരിച്ചുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. എനിവേസ് ഇവിടെ ഞാൻ 4 അഫർമേഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അഫർമേഷൻസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് 1, ഞാൻ സന്തോഷവാനാണ്, അല്ലെങ്കിൽ ഐ എം ഹാപ്പി, അല്ലെങ്കിൽ ഞാൻ സന്തോഷവതിയാണ്. ഈ ഒരു അഫർമേഷൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. സെക്കൻഡ് 1, ഞാൻ എനിക്ക് പ്രയോറിറ്റി നൽകുന്നു, ഐ പ്രയോറിറ്റൈസ് മൈസെൽഫ്. ഇതും പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് തേർഡ് 1, ഐ ലവ് മൈസെൽഫ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ആൻഡ് ഫോർത്ത് 1, ഐ ഡിസേർവ് ലവ്, ഞാൻ സ്നേഹത്തിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ്. ഈ 4 അഫർമേഷൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്.
ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി അഫർമേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, അതിൽ ഓൾറെഡി ഒരുപാട് അഫർമേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ മറ്റൊരു അഫർമേഷൻസോ കാര്യങ്ങളോ ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അഫർമേഷൻസ് ഫോളോ ചെയ്യാവുന്നതാണ്. കാരണം ഇത് നമുക്ക് ആ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് കുറെ കൂടി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനാണെങ്കിലും നമുക്ക് ഈ ഒരു 4 അഫർമേഷൻസ് നമ്മുടെ ഇന്റൻഷൻസ്, നമ്മുടെ തോട്ട് പ്രകാരം പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അഫർമേഷൻസ്. നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ ഈ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. റിപ്പീറ്റ് ആയിട്ട് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് ഫൈനലി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ടെക്നിക്കോ അല്ലെങ്കിൽ ഒരു ടൂളോ ഒന്നുമല്ല, നമ്മുടെ ഉള്ളിൽ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നേണ്ട ഒരു ഫീലിംഗ് ആണ്. ലൈക്ക് നമുക്ക് ആ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തും അതുപോലെ തന്നെ ആഫ്റ്റർ ബ്രേക്കപ്പ് ആണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ പ്രൗഡാണ്, അല്ലെങ്കിൽ നമ്മൾ കുറെ കൂടി ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടാനും ഹാപ്പി ആയിരിക്കാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അത് ബിഫോർ ബ്രേക്കപ്പ് ആണെങ്കിലും ആഫ്റ്റർ ബ്രേക്കപ്പ് ആണെങ്കിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ബ്രേക്കപ്പ് എന്നുള്ള ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആഫ്റ്റർ ബ്രേക്കപ്പ് എടുക്കുകയാണെങ്കിൽ ചില ആളുകളെങ്കിലും പറയുന്നത് കേൾക്കാറുണ്ട്, ബ്രേക്കപ്പിന് ശേഷം ഞാൻ കുറെ മാറി, എനിക്ക് ഒരുപാട് ചേഞ്ചസ് വന്നു. കാരണം ആ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല എൻ്റെ ലൈഫ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഞാൻ എന്നെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് വേണ്ടി ഞാൻ കുറെ കൂടി ടൈം ആൻഡ് സ്പേസ് കണ്ടെത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ മറ്റ് പല കാര്യങ്ങളിലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഒരു ചേഞ്ചാണ് എൻ്റെ ലൈഫിൽ എന്ന് പറയാറുണ്ട്. അപ്പൊ അതൊരു ബ്ലെസ്സിങ് ആയിട്ട്, അല്ലെങ്കിൽ അതിനും നമ്മളോട് തന്നെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. സോ ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സോ ഇതൊരു ആക്ടിവിറ്റി ആയി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ആ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഓക്കെ ആണ്. എന്നാൽ ചില ആളുകൾക്ക് ഇത് ഒന്ന് പരീക്ഷിക്കണം, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ആ ഒരു ട്രാക്കിലേക്ക് കയറ്റണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതി നോക്കാവുന്നതാണ്. കുറച്ച് ദിവസം, ഒരു 5-6 ദിവസമൊക്കെ എഴുതുമ്പോഴേക്കും ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വരും എന്നുള്ളതാണ്. സോ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് എഴുതുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമുക്ക് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു ബ്രേക്കപ്പിന് ശേഷം നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്കത് പാച്ചപ്പ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനാണെങ്കിലും നമ്മുടെ ഇന്റൻഷൻസ് പ്രകാരം നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് പാച്ചപ്പ് ചെയ്യാനാണെങ്കിലും അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആക്ടിവിറ്റി പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. എനിവേസ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്